ഞാനിപ്പോൾ ഉള്ള വയനാട് മേപ്പാടിയിലാണ്. ഇവിടെ ഞങ്ങൾ ചെയ്തത് നിലവിലൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയി, രണ്ട് നിലയുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയി. ഇവിടെ അതിൻ്റെ മേലോട്ട് വെയിറ്റ് കൊടുക്കാതെ റൂമുകൾ കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ റൂമുകൾ ചെയ്യണമെങ്കിൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒന്നെങ്കിൽ കട്ട അല്ലെങ്കിൽ പാർട്ടിക്കൽ ബോർഡ് ഇതേ യൂസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടേക്ക് അങ്ങ് ചൂസ് ചെയ്ത് AIC ബ്ലോക്കാണ്. ഈ AIC ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വെയ്റ്റ്ലെസ് ആണ്. പിന്നെ ഇതിൽ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആ ഒരു കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കറക്റ്റിൽ നമ്മൾ ഇതിൻ്റെ പടവ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഫുള്ള് ഗമ്മിലാണ് ചെയ്തത്. പിന്നെ ഡയറക്റ്റ് പുട്ടിയടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അത്രയും കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം വെയിറ്റ് കുറക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇത് ചൂസ് ചെയ്യാൻ കാരണം. സൈറ്റിൽ ഇപ്പോൾ സ്ലാബ് കട്ട് ചെയ്യാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ 11 റൂമുണ്ട്. അതിൻ്റെ ബാത്റൂം അതേപോലെ റൂമിൻ്റെ വെൻറ്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഈ സ്ലാബ് നമ്മൾ 4 സ്ഥലത്ത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ അത്രയും റിസ്ക് ഉള്ളൊരു ജോബാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് അയ്യൂബാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അയ്യൂബ് ഈ കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു? കട്ട് ചെയ്യാനാണ് ഫുള്ള് കാർമല് തൂക്കി താത്തിയതാ മുറിക്കാൻ പറ്റമല്. പിന്നെ രണ്ടാമത്തെ എല്ലാ സ്ഥലത്തേക്ക് തേച്ചൊക്കെ കഴിഞ്ഞു. തേപ്പൻ്റെ അയാടെ ബാക്കിയില്ല. എല്ലാ സ്ഥലത്തേക്ക് തേച്ച് കഴിഞ്ഞിട്ട് പണി ചെയ്ത് കൊടുത്തത്. ടോട്ടല് 11 റൂമും ഈ ഒരു മെറ്റീരിയൽ വെച്ചാണ് ചെയ്തത്. ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്യാൻ കാരണം വെച്ചാൽ അത്രയും വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത്. ഇത് യൂസ് ചെയ്തതുകൊണ്ട് അത്രയും സ്ട്രെങ്ത് ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. നല്ല ഒരു പ്രൊഡക്റ്റാണിത്. ഇത് എല്ലാ റൂമിലും നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചാണ് ഇത് ചെയ്ത്. ഇതേപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ ഇതേപോലെ റൂം പാർട്ടീഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാം. ഇതേപോലെ ഞങ്ങൾ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തു തരും. വെയിറ്റ് കുറച്ചിട്ട് AIC ബ്ലോക്കൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്തു തരും. അതേപോലെ ബാത്റൂം മാത്രമാണ് ഇവിടെ ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്ത്. ബാത്റൂമിൽ നമുക്ക് പുട്ടിടാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കും. കാരണം ഇത് വാട്ടർ പ്രൂഫ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ബാക്കി ഇന്നർ സൈഡ് ഔട്ടർ സൈഡൊക്കെ ആണ് പുട്ടിടുക. ഈ റൂമിൻ്റെ അതായത് ബിൽഡിങ്ങിൻ്റെ ഔട്ടർ സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഓൾറെഡി പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ബിൽഡിങ്ങിൻ്റെ ഇന്നർ സൈഡ് മാത്രമാണ് നമ്മൾ പുട്ടിടാൻ വിചാരിച്ചത്.